അല്ലാഹു സുബ്ഹാനഹു വ തആല പക്ഷികളിൽ വലിയ പാഠം ഉണർത്തി പക്ഷികളെ സൃഷ്ടിച്ചതും അവകളെ ചിറകടിച്ച് വരിവരികളായി മേലെ പറക്കുമ്പോൾ പിടിച്ചു നിർത്തുന്നതും അവകളുടെ അന്നം തയ്യാറാക്കി കൊടുക്കുന്നതുമൊക്കെ അള്ളാഹു ആണ് എന്ന് കാര്യഗൗരവത്തിൽ ഉണർത്തിയതിനു ശേഷം അള്ളാഹുവിനെ തൊട്ട് ഹൃദയവും മുഖവും തിരിച്ചു കളയുന്ന അവിശ്വാസികൾക്ക് അതിശക്തമായ ഒരു താക്കീത് സ്വരം നടത്തുകയാണ്. അമ്മൻ ഹാദല്ലദീ ഹുവ ജുൻദുൽ ലക്കും, അമ്മൻ ഒരുത്തനാണോ, ഹാദല്ലദീ ഹുവ ജുൻദുൽ ലക്കും നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്തി തരുന്നത് നിങ്ങളുടെ പട്ടാളമാണോ, മിൻ ദൂനി റഹ്മാൻ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് വല്ല സൈന്യങ്ങളും പട്ടാളങ്ങളും ഉണ്ടോ നിങ്ങളെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരാൻ? ഈ ലോകത്തേക്ക് വന്ന ഏതൊരു മനുഷ്യനും അവന്റെ ഭക്ഷണത്തിന്റെ, വസ്ത്രത്തിന്റെ, പാർപ്പിടത്തിന്റെ, ശ്വാസത്തിന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹുവാണ് കൃത്യമായി ശരിയാക്കി കൊടുക്കുന്നത്. പക്ഷെ മനുഷ്യന്മാരിൽ പലരും കാരണങ്ങളിൽ ഉടക്കി ജീവിക്കുകയാണ്. മുസബ്ബിബിനെ തിരിയാതെ സബബുകളിൽ കിടന്ന് തിരിയുകയാണ്. ഇന്ന എല്ലാ കാര്യവും ശരിയാക്കി തരുന്നത് ഇന്ന ആളാണ് എന്ന രീതിയിൽ ചില ആളുകൾ വിശ്വാസം പറ്റേ തിരസ്കരിച്ചുകൊണ്ട് പ്രതിഷ്ഠകളിലും മറ്റു പലതിലും ദൈവികത്വം കൽപ്പിച്ചുകൊണ്ട് അങ്ങനെ വിശ്വാസം തന്നെ കളഞ്ഞു കുളിച്ച ആളുകൾ ഒരു ഭാഗത്ത്, അവർ കാഫിര്യങ്ങളാണ്. കാഫിർ എന്ന് പറഞ്ഞാൽ സത്യം ഉറച്ചു വെക്കുന്ന ആള് എന്നാണ്. അതൊരാക്ഷേപമല്ല, ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ്. നമ്മൾ ബസ്സിൽ കയറുന്ന സമയത്ത് കാണാം സീറ്റിന്റെ അവിടെ വികലാംഗർ എന്ന് എഴുതി വെച്ചിരുന്നു. ഏതെങ്കിലും വികലാംഗർ ഇന്നുവരെ എന്നെ ആക്ഷേപിക്കുന്ന സീറ്റാണ് ഞാൻ ഇരിക്കൂല എന്ന് പറഞ്ഞോ? ഇല്ല, അതൊരു പരിചയപ്പെടുത്തലാണ്. എന്നപോലെ കാഫിർ എന്ന് ഖുർആനിൽ പറയുന്നത് അത് പരിചയപ്പെടുത്താണ്, പാർട്ടിയെ മനസ്സിലാവാൻ വേണ്ടി പരിചയപ്പെടുത്താണ്. കർഷകനും കാഫിർ എന്ന് പറയും. കാരണം വിത്ത് മണ്ണിന്റെ ഉള്ളിൽ പൂഴ്ത്തി വെക്കുന്ന ആളാണ്. ഇതുപോലെ ഈമാൻ, യഥാർത്ഥ വിശ്വാസം മറച്ചു വെക്കുന്നതുകൊണ്ട് കാഫിർ എന്ന് പരിചയപ്പെടുത്തി പറഞ്ഞു. അങ്ങനെ പറയാൻ കാരണം ഖുർആനിൽ കാഫിർ എന്ന വാക്കുള്ളതുകൊണ്ട് ഖുർആൻ ഭീകരവാദ ഗ്രന്ഥമാണ് എന്ന് കൊട്ടിഘോഷിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അതൊരു പരിചയപ്പെടുത്തൽ. ചില കാര്യങ്ങൾ പരിചയപ്പെടുത്തിയാലേ അറിയുള്ളൂ. വികലാംഗരെ എന്ന് പരിചയപ്പെടുത്തിയാലേ അറിയുള്ളൂ. അപ്പോ കാഫിർ യാഥാർത്ഥ്യം മണ്ണിട്ട് മൂടിയ ആളുകൾ, കർഷകനും പറയും. ഏതായാലും അള്ളാഹുവാണ് കാര്യങ്ങളൊക്കെ നടത്തി തരുന്നത് എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതെ ആ യാഥാർത്ഥ്യം മൂടി വെക്കുന്ന ആളുകൾ, അവർ വലിയ വഞ്ചനയിലാണ് അകപ്പെട്ടിട്ടുള്ളത്. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ, കാഫിര്യങ്ങൾ വഞ്ചനയിലല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ വഞ്ചനയിൽ മാത്രമാണ് അവർ പെട്ടുകിടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം, യാ അയ്യുഹൽ ഇൻസാൻ, ഓ മനുഷ്യ, മാ ഗറക നിന്നെ വഞ്ചിച്ചത് എന്തേ മനുഷ്യ, മാ ഗറക നിന്നെ വഞ്ചിച്ചത് എന്തേ, ബിറബ്ബിക്കൽ കരീം മാന്യനായ റബ്ബിന്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിച്ചത് എന്താണ് എന്ന് ചോദിച്ചു. നിങ്ങൾ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹുവാണ് ശരിയാക്കി തരുന്നത്. അതിന് മാധ്യമങ്ങൾ ഉണ്ടായിരിക്കാം, മാധ്യമത്തിലൂടെ കാര്യം ശരിയാക്കി തരുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിനെ മറന്ന് മാധ്യമങ്ങളിൽ ജീവിതം സമർപ്പിക്കരുത്. ഡോക്ടർമാർ മാധ്യമമാണ്, അയൽവാസികൾ മാധ്യമമാണ്, കൂടെയുള്ളവർ മാധ്യമമാണ്, സ്നേഹിതന്മാർ അവലംബമാണ്, ഔലിയാക്കൾ കാരണക്കാരാണ്. ഔലിയാക്കൾ പടച്ചോന്മാരല്ല, അവർ കാരണക്കാരാണ്. ഇന്ന് ചില ആളുകള് അള്ളാനെ തള്ളിയിട്ട് ഔലിയാക്കളുടെ പിന്നാലെ മാത്രം പോവാണ്. ഔലിയാക്കളെ പിന്നാലെ മാത്രം പോകണമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഔലിയന്റെ ആളാണ്, പക്ഷെ നിസ്കരിക്കൂല. ആ വിഷയത്തിൽ ഞാൻ പറയുന്നത്, ഔലിയാക്കളടുത്ത് പോകണം, ഔലിയാക്കളെ സ്നേഹിക്കണം, അവരെ മുന്നിൽ കാണണം. അവർ അള്ളാന്റെ ആളുകളാണ്, അതിലൊരു തർക്കമില്ല. പക്ഷെ വലിയന്റെ ആളാണ്. എന്നിട്ട് മുപ്പര് സിസറും വലിച്ച് കഞ്ചാവും വലിച്ച് ഇങ്ങനെ ദിക്റും ചൊല്ലി അടക്കാം. അല്ല വേണ്ട. ഇവനെ നാളെ അള്ളാഹു തആല ചോദ്യം ചെയ്യും. ഇവനെ ആരെയാണോ സ്നേഹിച്ചത് ആളെ ഏറ്റെടുക്കില്ല, ആ വലിയ ഏറ്റെടുക്കൊന്നുമില്ല. പക്ഷെ ഔലിയാക്കളെല്ലാം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാ ഖബർ കിടക്കണത്. യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം,
മാന്യനായ, ബഹുമാന്യനായ, നീതിമാനായ പടച്ചോന്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിച്ചത് ആരാന്ന് ചോദിക്കും. എന്നോടൊരിക്കലും ഒരാൾ പറഞ്ഞു, എന്നോട് നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞത് ഇന്ന വലിയാണെന്ന് പറഞ്ഞു. ആ വലിയ ഓക്കെയാണ്, വലിയ ആളാണ്. അയാൾ ജദ്ബിന്റെ ഹാൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അത് ഏറ്റെടുക്കാൻ പറ്റും. അങ്ങനെ കുറെ ആളുകളുണ്ട്. ഇപ്പോ ഏർവാടി പോയ മോതിരട്ടുകാണ്ട് ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടെ. യഥാർത്ഥ ഔലിയാക്കളുണ്ട്, അവര് ലോകത്ത് അറിയപ്പെടൂല. ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഇവിടെ വലിയൊരു മഹാ നിസ്കരിക്കാണ്ടായിരുന്നു. മുന്നിലെ സഫിലേക്ക് വന്നിട്ടും കൂടില്ല. മൂപ്പരൊരു ഭാഗത്ത് നിസ്കരിച്ചു. ആ മരിച്ച ആൾക്ക് വേണ്ടി ദ്വാരുന്ന് മൂപ്പര് പോയി എന്നല്ലാതെ ജനങ്ങൾ ഇടയ്ക്ക് പോലെ ഇറങ്ങാൻ പേടിയുള്ള ആളുകളാണ്. ഇന്ന് മാർക്കറ്റാണ്, ഇതൊക്കെ പ്രദർശന വസ്തുക്കളാണ്. എക്സിബിഷൻ നടത്തുകയാണ്, ദിക്റുണ്ട്, കാട്ടിക്കൂട്ടലാണ്, ജാടകളാണ്. ഈ ഉമ്മത്ത് വഞ്ചനയിൽ പെടരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാനെ തിരിഞ്ഞ ആളുകൾ സൈലന്റ് ആവും. അള്ളാനെ തിരിഞ്ഞ ആളുകൾ കാട്ടിക്കൂട്ടൽ നടത്തൂല. അള്ളാഹുവിനെ തിരിഞ്ഞ ആളുകൾ ഒറ്റക്കിരുന്ന് കരയും. അള്ളാഹുവിനെ തിരിഞ്ഞ ആളുകൾ കൗമിനെ അള്ളാഹുവിലേക്ക് കൊണ്ടുവരും. കാരണം ദാഇയൻ ഇലല്ലാഹ് ഇന്ന് കൗമിനെ തന്നിലേക്ക് വലിച്ചെടുക്കുകയാണ്. കൗമിന്റെ പോക്കറ്റ് കാലിയാക്കിയിട്ട് കുംഭ വീർപ്പിക്കുകയാണ്. അതിനൊക്കെ ആത്മീയത എന്ന് പേരിടുകയാണ്. അള്ളാഹു ഇതിനൊക്കെ എതിർത്താൽ അപ്പൊ പറയും സുന്നിയല്ല എന്ന് പറയും. നാട്ടുകാരുണ്ടാക്കിയ ഒരു സുന്നി ഉണ്ട്, അതല്ലേ? ഖുർആനിൽ പറഞ്ഞ, സുന്നത്തിൽ പറഞ്ഞ ഒരു സുന്നി ഉണ്ട്, അതാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാട്ടുകാരൊക്കെ കൂടി ഉണ്ടാക്കണ ഒരു സുന്നി ഉണ്ട്. അതെന്താ? സിയാറത്തിന് പോയാൽ മതി, നിസ്കരിക്കണ്ട. അതെന്താ? ഔലിയാക്കളെ വലിയ ഫാത്തിഹ ഓതിയാൽ മതി, പള്ളിക്ക് വരുമൊന്നും വേണ്ട. അത് എന്ത് സുന്നിയാണ്? പാങ്കൊടുത്ത പള്ളിക്ക് വന്ന് നിസ്കരിക്കലാണ് സുന്നി. അതില്ലാതെ എന്ത് സുന്നിയാ? അള്ളാഹിന്റെ റസൂൽ സ്ഥാപിച്ച തീരകളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഏതെങ്കിലും മക്കബറയിൽ 2 റൗണ്ട് ചുറ്റിയാൽ സുന്നിയാവോ? മഹാന്മാരാണ്. അവരെ തള്ളിയാൽ ആക്കബത്ത് ചീഞ്ഞു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിലൊന്നും ഒരു സംശയമില്ല. നമ്മള് കഅബ ശരീഫിനെ ബഹുമാനിക്കണില്ലേ? ഹജ്ജുൽ അസ്വദിനെ ബഹുമാനിക്കണില്ലേ? എന്താ പടച്ചോന? അല്ല, അള്ളാഹു ബഹുമാനിച്ച സ്ഥാപനാണ്. എങ്കിൽ മഹാന്മാരെയും ബഹുമാനിക്കണം. ചില ആളുകളുണ്ട് കഅബത്തിങ്ങൊക്കെ തിരിഞ്ഞിട്ട് നിസ്കരിക്കും, ആദരവുണ്ട്. പക്ഷെ മഹാന്മാരെ ബഹുമാനിക്കുമ്പോഴേക്ക് ആരാധന എന്ന് പറയും ചെയ്യും. അത് വിരോധാഭാസമാണ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളും മുഴുവൻ ബഹുമാനിക്കണം. അള്ളാഹുവിന്റെ സൃഷ്ടിയാണല്ലോ മുഹമ്മദ് മുസ്തഫ. ബഹുമാനിക്കണ്ടേ, സ്നേഹിക്കണ്ടേ, ആദരിക്കണ്ടേ, സ്വലാത്തല്ലണ്ടേ, ബന്ധം സ്ഥാപിക്കണ്ടേ? റസൂലിനെ മാറ്റിച്ചിട്ട് സ്വർഗം കിട്ടോ? റസൂലിനെ മാറ്റിച്ചിട്ട് അള്ളാഹിന്റെ തൃപ്തി കിട്ടോ? ഒന്നുമില്ല. ഒക്കെ ശരിയാണ്. പക്ഷേ മുസബ്ബിബ് അള്ളാഹുവാണ്. മുസബ്ബിബ് അള്ളാഹുവാണ്. ഒരു കുട്ടി ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മൾ ചവിട്ടില് എന്താ കേൾപ്പിച്ചു കൊടുക്കുന്നത്? ഉമ്മാന്റെ പേരല്ല, ബാപ്പാന്റെ പേരല്ല, അള്ളാന്റെ പേരാണ്. അല്ലാഹു അക്ബർ. കാരണം ഈ കുട്ടിന് പാല് കുടിക്കാൻ പോവാണ്. ഈ കുട്ടിക്ക് 2 വർഷമായാലും ഭക്ഷണം കൊടുക്കുന്ന അള്ളയാണ്. അപ്പൊ കുട്ടിന്റെ മനസ്സിൽ ആ ഇളം പ്രായത്തിൽ ഇങ്ങനെ രൂപപ്പെടും, എനിക്ക് അന്നം തരുന്ന ഉമ്മ, എനിക്ക് വെള്ളം തരുന്ന ഉമ്മ, എനിക്ക് പാല് തരുന്ന ഉമ്മ, എന്നെ നോക്കി വളർത്തുന്ന ബാപ്പ. അപ്പൊ കുട്ടിന്റെ മനസ്സിൽ ഇങ്ങനെ ഉരുണ്ടുകൂടും, എന്റെ റബ്ബ് ഉമ്മിപ്പിയാണ്. അത് തുടക്കത്തിലെ മുളയിൽ നുള്ളിക്കളഞ്ഞുകൊണ്ട് യഥാർത്ഥ റബ്ബ് ആരാന്നാണ് ചവിട്ടിയിൽ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കാരണം അള്ളാഹുവാണ് മുസബ്ബിബ്, അള്ളാഹുവാണ് അന്നം തരുന്നത്, അള്ളാഹുവാണ് വെള്ളം തരുന്നത്, അള്ളാഹുവാണ് ഓക്സിജൻ തരുന്നത്, അള്ളാഹുവാണ് ശരീരം നിയന്ത്രിക്കുന്നത്, അള്ളാഹുവാണ് അവയവങ്ങൾ നിയന്ത്രിക്കുന്നത്. രാത്രി ഉറങ്ങുമ്പോ നമ്മുടെ ഉള്ളിന്റെ അവയവങ്ങള്, യന്ത്രങ്ങൾ, നമ്മൾ വിശ്രമിക്കുകയാണെങ്കിൽ വിശ്രമമില്ലാതെ പണിയെടുക്കാണ്. ഹാർട്ടിന് വിശ്രമമുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ ഉള്ളിലെ അവയവങ്ങൾ എത്രയോ വർക്ക് ചെയ്യാണ്, നമ്മൾ വിശ്രമിക്കുക. ദഹനേന്ദ്രങ്ങൾക്ക് വിശ്രമമുണ്ടോ? ഹാർട്ടിന് വിശ്രമമുണ്ടോ? ബ്ലഡിന് വിശ്രമമുണ്ടോ? നരമ്പിന് വിശ്രമമുണ്ടോ? കണ്ണല്ലേ അടഞ്ഞിട്ടുള്ളൂ. ഈ ഉള്ളിന്റെ ഉള്ളിലുള്ള അവയവങ്ങൾ മുഴുവനും പ്രവർത്തിപ്പിക്കുന്നത് വാപ്പയല്ല, കിടന്നുറങ്ങുന്ന ഉമ്മയല്ല, നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയല്ല, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയല്ല, പട്ടാളക്കാരല്ല. അമ്മൻ ഹാദല്ലദീ വജുദുല്ലകും യൻസുറുകും മിൻ ദൂനിർ റഹ്മാൻ. അന്നം തരുന്നതും
അത് കഴിക്കാൻ ചവച്ചരക്കാനുള്ള കഴിവ് തരുന്നതും ചവച്ചരച്ചാൽ അത് ദഹിപ്പിക്കുന്നതും ദഹിപ്പിച്ചുകൊണ്ട് വേസ്റ്റ് മലമായി പുറത്തേക്ക് തള്ളാൻ സഹായിക്കുന്നതും വിറ്റാമിനായി രക്തത്തിലേക്ക് കൊടുക്കുന്നതും ഗുളിക കഴിച്ചാൽ അത് ഏത് അസുഖത്തിനാണോ അതിലേക്ക് ആ ഗുളികയെ ഫലപ്രദമാക്കുന്നതും ഉറങ്ങുമ്പോൾ നിദ്ര സുഖമായി നിയന്ത്രിക്കുന്നതും ഉറങ്ങുമ്പോൾ വായ തുറന്ന് ഉറങ്ങുന്നവനാണെങ്കിലും പല്ലി വായയിലേക്ക് വീഴാതിരുന്നത്, എലി വായയിലേക്ക് കടക്കാതിരുന്നത്, പാറ്റ വായയിലേക്ക് കയറാതിരുന്നത്, കരിക്കുഞ്ഞൻ മൂക്കിലേക്ക് കടക്കാതിരുന്നത്, പാമ്പിന്റെ കുട്ടികൾ വായയിലേക്ക് കയറാതിരുന്നത്, അതെല്ലാം റബ്ബിന്റെ നിയന്ത്രണമാണ്. അമ്മൻ ഹാദല്ലദീ ഹുവ ജുൻദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. ഇതെല്ലാം റബ്ബിന്റെ സംരക്ഷണം. ആ കാര്യം നമ്മൾ പക്ഷേ ചില ആളുകൾ എന്തെങ്കിലും ഭാഷ പറയുമ്പോഴേക്ക് ഹാലളുകണ ആൾക്കാരുണ്ട്. അതിൻ്റെ ഒന്നും കാര്യമില്ല. എന്തെങ്കിലും ഒരു പ്രയോഗം വലിയ ആളുകളെ കുറിച്ച് പറയുമ്പോഴേക്ക് ഹാലളകില്ല, അങ്ങനെ പറയാൻ പാടുള്ളൂ. ഒക്കെ അല്ലല്ലേ അല്ലല്ലേ, ഒക്കെ അല്ല തന്നെയാണ്. ആത്യന്തികമായി എല്ലാം അള്ളയാണ്. പക്ഷെ ഏതെങ്കിലും വ്യക്തിയിലേക്ക് ചേർത്തി പറഞ്ഞാൽ അതിന് ദീന് കൃത്യമായി കിതാബോധി പഠിച്ച ആളുകൾ പറയും അത് ആലങ്കാരികമാണ് എന്ന് പറയും. അതൊരു ആലങ്കാരിക ഭാഷ. ഇതുപോലെ അസുഖം മാറ്റണ ഡോക്ടറാണോ? അള്ളയാണ്. ഷാഫി അള്ളയാണ്. പക്ഷെ നമ്മൾ എന്താ പറയും, എന്റെ സോക്കട് മാറ്റി തന്നത് നമ്മളെ ഉണ്ണികൃഷ്ണൻ ഡോക്ടറാണെന്ന് പറയും. അവന് കാഫറാവൂ? അവന് കാഫറാവൂല. കാരണം അയാൾ കാരനാണ്. അയാൾ എന്റെ അസുഖം മാറാനുള്ള ചില വേലകൾ ഒപ്പിച്ചു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് മുസ്ലിം പറഞ്ഞ ഒരിക്കലും കാഫറാവൂല. കാരണം ആത്യന്തികമായി ഉണ്ണികൃഷ്ണൻ ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ ഡോക്ടർ എന്ന നിലയിൽ, ജയകൃഷ്ണൻ ഡോക്ടർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്തൊരു സിദ്ധി ഉണ്ട്. ആ സിദ്ധി അനുസരിച്ചുകൊണ്ട് ഇടപെട്ടാൽ അള്ളാഹു തല മാറ്റിത്തരും. അപ്പൊ മാറ്റിത്തരാൻ യഥാർത്ഥ കാരണക്കാരൻ അള്ളാഹുവാണ്. ഇയാളെ ഇടയിൽ ഒരു മാധ്യമമായി എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അല്ലാതെ മൂപ്പര് പടച്ചോനായി എന്നൊന്നുമല്ല. അപ്പൊ എന്തെങ്കിലും ഒന്ന് കിതാബിൽ കാണുമ്പോഴേക്ക് ഹാലളകിയിട്ട് ഒക്കെ മുശ്രിക്കുകളാണ്, കാഫിര്യങ്ങളാണ് എന്ന് പറയുന്ന ആളുകളൊക്കെ അതിന്റെ സൈഡ് എഫക്ട് സ്വന്തം ഏറ്റെടുക്കേണ്ടി വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പക്ഷെ ആത്യന്തികമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവാണ്. നമ്മൾ വിശന്നാൽ ഉമ്മാനോട് പറയും, ഉമ്മ എനിക്ക് വിശക്കുണ്ട്, ഉമ്മാനോട് പറയാം എന്റെ പട്ടിണി അകറ്റിന്ന് പറയാം. അത് കാഫറാവുന്നില്ല. കാരണം ഉമ്മാക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്റെ പട്ടിണി മാറാൻ ചെയ്യുന്നതാണ് പറഞ്ഞതിനർത്ഥം. പട്ടിണി അകറ്റിയത് അള്ളയാണ്. അതുകൊണ്ടാണ് വിശപ്പ് തീർന്നാൽ നമ്മൾ പറയുന്നത് അൽഹംദുലിൽ ഉമ്മി എന്നല്ല, അൽഹംദുലില്ലാ. വസ്ത്രം വാപ്പ കൊണ്ടുവന്ന് തരും, വീട് വാപ്പ ഉണ്ടാക്കി തരും. നമ്മൾ പറഞ്ഞത് അൽഹംദുലി അബി എന്നല്ല, അൽഹംദുലില്ലാ. അവർ മുഖേന അള്ളയാണ് ചെയ്തു തരുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന പടച്ചോനാണ്. ഇവര് കാരണക്കാരായിരിക്കാം. കാരണക്കാരെ നമ്മൾ ബഹുമാനിക്കണം കേട്ടോ. കാരണം എന്ന് പറഞ്ഞ് തള്ളരുത്. നമ്മൾ ഭൂമിയിലേക്ക് വരാൻ കാരണം ഉമ്മയാണ്. അതുകൊണ്ടാണ് ഉമ്മാന്റെ കാലിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് സ്വർഗം ഫിറ്റ് ചെയ്തു മുഹമ്മദ് മുസ്തഫ. അൽ ജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹാത്. ഉമ്മമാരുടെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു വെച്ച കാരണം എന്ന നിലയിൽ കാരണക്കാരോട് നന്ദി ചെയ്യലും കാരണക്കാരെ ആദരിക്കലും അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. ആവശ്യമുള്ള സുഹൃതങ്ങളാണ്. പക്ഷേ അവരിലൂടെ കാര്യങ്ങൾ ചെയ്തു തരുന്നത് അള്ളയാണെന്ന തിരിച്ചറിവില്ലാതെ സബബുകളിൽ ജീവിതം ഉടക്കിയാൽ വഞ്ചനയിൽ പെട്ടവനാണ്, നരകത്തിൽ പോകുന്നവനാണ്. അതുകൊണ്ടാണ് 67-ാമത്തെ സൂറത്തിലെ 20-ാം നമ്പർ ആയത്തിലൂടെ ഈ അബദ്ധധാരണ പടച്ചവൻ കൃത്യമായി തിരുത്തുകയാണ്. അമ്മൻ ഹാദല്ലദീ ഹുവ ജുൻദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. അന്നം തരുന്ന റബ്ബില്ലേ, വെള്ളം തരുന്ന റബ്ബില്ലേ, ശ്വാസോച്ഛ്വാസത്തിന് ശേഷി നൽകുന്ന റബ്ബില്ലേ, അതിന് ഓക്സിജൻ നൽകുന്ന റബ്ബില്ലേ, കിടന്നുറങ്ങുന്നത് റബ്ബിന്റെ ഭൂമിയിൽ
ഭൂമിയിലല്ലേ, കുടിക്കുന്നത് റബ്ബിന്റെ മഴവെള്ളമല്ലേ, കളിക്കുന്നത് റബ്ബിന്റെ ഭൂമിയിലല്ലേ, ജീവിക്കുന്നത് റബ്ബിന്റെ കുതിരത്ത് കൊണ്ടല്ലേ, ഉറങ്ങുന്നത് റബ്ബ് ഉറക്കുന്നത് കൊണ്ടല്ലേ, ഉറക്കുന്നതിനിടയിൽ അപകടം വരാതിരിക്കുന്നത് പടച്ചവന്റെ കാവലല്ലേ, പിന്നെ ഉണരുന്നത് റബ്ബ് ഉണർത്തുകയല്ലേ. ഇത് എല്ലാം ഉണ്ടായിട്ട് ആ റബ്ബിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യാലസ്സലാ എന്ന വിളിയാളം മുഴങ്ങിയാൽ പള്ളിയിലേക്ക് കയറാൻ ഭാഗ്യമില്ലാത്ത ആളുകളില്ലേ, അല്ലാഹുവിനെ നന്ദിയില്ലാത്തവരാ. ഇതെല്ലാം ചെയ്തിരുന്ന റബ്ബാണ്. അയ്യപ്പ ഭക്തന്മാരുകൾ കണ്ടോ, ഇപ്പോഴും പുറത്തു പോക്കിയാൽ നടക്കുന്നുണ്ടാവും. ഞാൻ ഇന്നലെ വയല് കഴിഞ്ഞ് വരുമ്പോഴും പോകുമ്പോഴും നോക്കി, വലിയ വലിയ ടൗണുകളിൽ 350 കിലോമീറ്റർ ദൂരന്നാണ് ആ വരുന്നത്. ചെരുപ്പിടാതെ തോളില് ഒരു ഭാണ്ഡവും ചുറ്റി തലയിലൊരു ചെറിയ സഞ്ചിയും വെച്ച് കയ്യിൽ 2-3 പാത്രവും വെച്ച് നടക്കുകയാണ് ഹൈവേ റോഡിലൂടെ നഗ്നപാതരായിട്ട്. അവർക്ക് അവരുടെ മതത്തിനോടുള്ള ബന്ധമാണ്. നമ്മൾ അതിനെ കളിയാക്കാനൊന്നും പാടില്ല. ഇന്ത്യ രാജ്യം നമ്മൾ കളിയാക്കാൻ പാടില്ല. അവര് വെള്ളം ചോദിച്ചാല് നമ്മൾ ദാഹം തീർക്കാൻ വെള്ളം കൊടുത്ത ആഹാരത്തിൽ കൂലിയിട്ടു. അതാണ് ഇസ്ലാം. ഒരു അയ്യപ്പ ഭക്തൻ എന്നോട് പറയണ, ഞാൻ മലക്ക് പോവാണ്, എനിക്ക് ഇന്ന് രാത്രി നടക്കാൻ വയ്യ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടക്കട്ടെ എന്ന് വെച്ചാൽ ഞാൻ അയാൾക്ക് കിടക്കാൻ സൗകര്യം ചെയ്ത് കൊടുത്താൽ എനിക്ക് കൂലിയിട്ടു. ആളിനോട് വെള്ളം ചോദിച്ചു, ഞാൻ നല്ല ഇളനീരിട്ട് കൊടുത്താൽ എനിക്ക് കൂലിയിട്ടു. കാരണം അള്ളാന്റെ സൃഷ്ടിയാണ് അയാൾ. ചിലപ്പോ അതുകൊണ്ട് ഹിദായത്തും കിട്ടും അയാൾക്ക്. അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ ഇന്നലെ ഒരു ക്രിസ്ത്യാനിയുടെ പ്രസംഗം കേട്ടു. അയാൾ ആദ്യം മുസ്ലിമായിരുന്നു, ഇപ്പൊ ക്രിസ്ത്യാനിയായി. ചിലപ്പോ നമുക്ക് ചിലതൊക്കെ കേൾക്കേണ്ട ഒരു മറുപടി കൊടുക്കാം. അപ്പൊ അയാൾ പറയണേ, ഞാനൊരു ധ്യാനാലയത്തിൽ പോയപ്പോൾ അവിടുത്തെ പാതിരി എന്നെങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് മോനേന്ന് വിളിച്ചു. അതിലിന്റെ കിളി പോയി അത്ര ഉള്ള സംഗതി. ഇത് പരസ്യമായിട്ട് പ്രസംഗിക്കാണ്. ഒരു ധ്യാനാലയത്തിൽ ഞാൻ പോയി. അപ്പൊ അവിടെ പാതിരി, ഞാനൊരു മുസ്ലിമാണല്ലോ, എന്നിട്ട് എന്നെങ്ങനെ കെട്ടിപ്പിടിച്ച് മോനേന്ന് വിളിച്ചപ്പോഴേക്ക് മൂപ്പരെ കിളി പോയി. അതോടുകൂടി മൂപ്പര് ക്രിസ്ത്യാനിയായി. ഇന്നലെ ഒരാളെ പ്രസംഗം കേട്ട. അപ്പൊ ആ പാതിരിയെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. സൽസ്വഭാവത്തിന് അത്ര വലിയ സ്വാധീനമുണ്ട്. സൽസ്വഭാവമുള്ള ആളൊന്ന് ചിരിച്ച ആള് മാറും. ചിലപ്പോ ഒന്ന് ചിരിച്ചാ മതി, ആളുടെ മനസ്സിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. നമുക്ക് ആകുള്ളത് സൽസ്വഭാവം എന്നുള്ളതാണ്. സൽസ്വഭാവത്തിന് 5 ഘടകങ്ങൾ വേണം. അതിൽ ഒന്നാമത്തെ മനുഷ്യനെ കാണുമ്പോൾ ചിരിക്കണം എന്നുള്ളതാണ്. ചിരിക്കണം എന്ന് പറഞ്ഞാൽ അണ്ണാ കാണിച്ചിട്ട് അട്ടഹസിക്കണമെന്നല്ല. ഒരു ഇളമ്പുഞ്ചിരി ഉണ്ടല്ലോ, ആ ചിരി മനുഷ്യനെ കാണുമ്പോ. ഇത് ചില ആൾക്കാരെ മുഖത്തേക്കാൻ നോക്കിയാൽ കർക്കിടക മാസം കണ്ട മാതിരിയാ, തീരെ ചിരിക്കൂല. അതാണ് സൽസ്വഭാവത്തിന്റെ ഒന്നാമത്തെ ഘടകം, ആളെ കണ്ടാ പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘടകം, നമ്മൾ ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഘടകം, ജനങ്ങളുടെ ഉപദ്രവം നമ്മൾ സഹിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ സൽസ്വഭാവത്തിൽപ്പെട്ടാണ്. നമുക്ക് തീരല്ല, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഏതായാലും റബ്ബിനെ ഉള്ളിലേക്ക് തറപ്പിച്ചു തരുന്ന ഒരു ക്യാപ്സൂളാണ് ഈ ആയത്ത്. അമ്മൻ ഹാദല്ലദീ ഹുവ ജുൻദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ. റബ്ബ് അള്ളാഹു മാത്രമാണ്. അതുകൊണ്ടാണല്ലോ ഫിർഔന് അടുത്തേക്ക് മൂസാ നബി എന്നിട്ട് മൂസാ നബി ഫിർഔനോട് ചോദിച്ചു, നീ റബ്ബാണെന്നുള്ളതിന് മൂസാ നബിനോട് ഫിർഔൻ ചോദിച്ചു, നിന്റെ റബ്ബിന്റെ കഴിവ് എന്താന്ന് ചോദിച്ചു. നിന്റെ റബ്ബ് ഹുവല്ലദീ യുഹ്യീ വയുമീത്, അവനാണ് ജീവിപ്പിക്കുന്നതും അവനാണ് മരിപ്പിക്കുന്നതും. ഇതില് ഫിർഔൻ അടങ്ങുന്നതാണ് മൂസാ നബി കരുതിയത്. കാരണം ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും റബ്ബാണ്. അപ്പൊ ഫിർഔൻ പറഞ്ഞു, അത് ഞാനും ചെയ്യല്ലോ, ഞാനും ജീവിപ്പിക്കും മരിപ്പിക്കും ചെയ്യുന്നത്. എന്നിട്ട് മൂപ്പൻ ചെയ്ത എന്താ അറിയാ, വാദം തെളിയിക്കാൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2 ജയിൽപ്പുള്ളികളുണ്ട്. അവർ രണ്ടാളെയും വരുത്തി. എന്നിട്ട് ഒരാളെ വെറുതെ വിട്ടു, ഒരാളെ കൊന്നു. എന്നിട്ട് പറഞ്ഞു, അപ്പൊ ഞാൻ ഒരാളെ ജീവിപ്പിച്ചു, ഒരാളെ മരിപ്പിക്കും ചെയ്തു എന്ന് പറഞ്ഞു. അതല്ലല്ലോ ഈ ചോദിച്ചത്. അങ്ങനെയാണ് ഇവിടെ നടന്നത്. കാരണം അയാൾക്ക് കാര്യം തിരിയണില്ല. പക്ഷെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളെ ഒഴിവാക്കി കൊടുത്തു എന്നുള്ളത് ശരിയാണ്. ആളെ മരിച്ചാളെ ജയിപ്പിച്ചല്ല അത്. മറ്റൊരാളെ വധിച്ചു എന്നും ശരിയാണ്, എന്നല്ലാതെ മരിപ്പിച്ചതുമല്ല. പക്ഷെ വാദത്തിന് ബാഹ്യഭാഗം പറഞ്ഞു പിടിച്ചിക്കാൻ അയാൾ ഈ വേല ഒപ്പിച്ചപ്പോ മൂസാ നബിക്ക് മനസ്സിലായി, നീ ആ പറഞ്ഞത് എന്റെ വെല്ലുവിളിക്ക് മറുപടിയല്ല എന്നത് പറഞ്ഞ ഇയാൾക്ക് തിരിയൂല. അപ്പൊ ഇനി വായടപ്പം മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു. ആ മൂസാ നബി അയാളോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്റെ റബ്ബ് കിഴക്കുന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നുണ്ട്, ആ പണി എന്റെ റബ്ബിൻ്റെതാ. ഈ റബ്ബാണെങ്കിൽ നാളെ പടിഞ്ഞാറിന്ന് ഉദിപ്പിക്കണമെന്ന് പറഞ്ഞു.
അതിൽ കൂടി. അപ്പൊ ഒരു വെല്ലുവിളി അവിടെ നിൽക്കുന്നുണ്ട്. റബ്ബാണെങ്കിൽ സൂര്യനെ പടിഞ്ഞാറ് ഉദിപ്പിക്കണം എന്ന മൂസാ നബിന്റെ ഒരു വെല്ലുവിളി അവിടെ നിലക്കുന്നുണ്ട്. അത് അള്ളാഹു ഏറ്റെടുത്തിട്ട് ഖിയാമത്ത് സംഭവിക്കുള്ളൂ. അതുകൊണ്ടാണ് ഖിയാമത്ത് അടയാളങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ലാസ്റ്റത്തെ ഒരു അടയാളാണ് ഏത്? സൂര്യൻ പടിഞ്ഞാറിന് ഉദിപ്പിക്കുക എന്നുള്ളത്. സൂര്യൻ പടിഞ്ഞാറിന് ഉദിച്ചിട്ട് എന്താ കാര്യമുള്ളത്? പക്ഷെ ഒരു വെല്ലുവിളി ഇവിടെ ഉണ്ട് ലോകത്ത്. റബ്ബാണെങ്കിൽ സൂര്യൻ പടിഞ്ഞാറിന് ഉദിക്കണം എന്ന്, അത് അള്ളാഹ് ഏറ്റെടുക്കും. ഏറ്റെടുത്തിട്ടേ ലോകം അടങ്ങുള്ളൂ. അതാണ് സൂര്യൻ പടിഞ്ഞാറിന് ഉദിക്കാൻ പോവാണ്. അകന്ന് ശാസ്ത്രീയമായിട്ട് വേണമെങ്കിൽ വായിച്ചാൽ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ അങ്ങോട്ടൊന്നും പോണില്ല. അപ്പൊ റബ്ബിന്റെ കുദറത്ത്, അത് റബ്ബിന്റെ കുദറത്താണ്. മറ്റാര് എന്ത് ചെയ്തു തരാണെങ്കിലും അതൊക്കെ റബ്ബാണ് ചെയ്തു തരുന്നത്. അത് സബബുകളെ ആദരിക്കുക, സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് ഓക്കെ, അത് സുന്നത്തമാണ്. പക്ഷെ മുസബ്ബിബിനെ തിരിയാതെ പോകരുത്. കാരണം ഖബർ ചെന്നാൽ മൺ റബ്ബുക്കാന്നാ ചോദിക്കുന്നത്. അതിന് ഔലിയാക്കളെ പേര് പറഞ്ഞാൽ പോരാ, മനുഭപ്പാന്റെ പേര് പറഞ്ഞാൽ പോരാ. മൺ റബ്ബുക്കാന്ന് വെച്ചാൽ റസൂലിന്റെ പേര് പറഞ്ഞാൽ മതിയോ? അള്ളാന്ന് പറയണമെങ്കിൽ മുസബ്ബിബ് റബ്ബാണെന്ന് തിരിച്ചറിയണം. സബബുകളിൽ ഉടക്കരുത്. റസൂലുള്ളാഹിനെ കുറിച്ച് തന്നെ ഖുർആൻ പറയുന്നത് എന്താണ്? ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. ദാഇയൻ ഇലല്ലാഹ് എന്നാണ്, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ടുപോകുന്ന ആള് എന്ന് പറയുന്നത്. അപ്പൊ സബബുകളിൽ ഉടക്കി ജീവിതം കളയരുത്. അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അത് ഈ പറഞ്ഞതിനെതിരെ രണ്ടും രണ്ടാക്കി മനസ്സിലാക്കണം. നാളെ ഒരാൾ എന്നോട് ചോദിച്ചു, ഒരു വലിയ ഈ പള്ളിയിൽ തന്നെ വെച്ചു, ഒരു വലിയൊരാള് മയ്യിത്ത് നിസ്കരിക്കാണ്ട്. അപ്പൊ ജനങ്ങൾക്ക് അയാളെ കൈ പിടിച്ച് മുത്തുന്നുണ്ട്. അപ്പൊ എന്നോട് വെച്ചു, എന്തിനാ എന്താ ഈ കൈ പിടിച്ച് മുത്തണേ? അള്ളല്ലേ വലുതെന്ന് വെച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെ ഉംറ ചെയ്തിക്കണോ വെച്ച്. ഹജറുൽ അസ്വദ് മുത്തിക്കണോന്ന് വെച്ച്. ഒരു കല്ലല്ലേ, എന്തിനപ്പം മുത്താൻ പോണെന്ന് വെച്ച്. അതിൽ കഴിഞ്ഞു. അത് ശരി, കല്ലിനെ മുത്ത ഇൽമും അക്കലും ഫഹമും ഇബാദത്തുള്ള മഹാന്റെ കൈ മുത്താൻ പാടില്ല എന്നോ? മുത്താളേനൊക്കെ മുത്തണം, പക്ഷെ മുസബ്ബിബ് അള്ളയെന്ന് മനസ്സിലാക്കും വേണം. എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് ഇസ്ലാം എന്നിട്ട് തള്ളാൻ കാത്തിരിക്കരുത്, അത് അപകടമാണ്. എന്തെങ്കിലും അങ്ങനെ കാണുമ്പോഴേക്ക് ഇസ്ലാം തന്നെ തള്ളുക, അത് അപകടമാണ്. അള്ളാഹുവിന്റെ ആളുകളെ സ്നേഹിക്കണം, അള്ളാഹിന്റെ ആളുകളെ ബഹുമാനിക്കണം. അത് ഇസ്ലാം വിരോധിക്കാത്ത രൂപത്തിലൊക്കെ ചെയ്യാൻ, സുജൂദ് ചെയ്യാൻ പാടില്ല. ആദ്യകാലത്ത് പറ്റിയിരുന്നു. ആദ്യകാലത്ത് പറ്റിയോണ്ടല്ലേ ആദം നബി മുമ്പിൽ സുജൂദ് ചെയ്യാൻ മലക്കളോട് പറഞ്ഞത്. ആ മലക്കളൊക്കെ കാഫിരീങ്ങളായോ? മഅദല്ലാഹ് ഉസ്ജുദൂലി ആദമെന്നല്ലേ പറഞ്ഞത്. ആദമിന് സുജൂദ് ചെയ്തോളി എന്നല്ല പറഞ്ഞ്. അന്നത് പറ്റിയിരുന്നു. ഈ ശരീഅത്തിൽ അത് പറ്റൂല. റസൂല ബ്ലോക്ക് ചെയ്ത. ഒരിക്കല് ഒരു സഹാബി മുസ്തഫ നബിന്റെ മുമ്പിൽ എന്നിട്ട് പറഞ്ഞു, മുത്തുനബിയെ, എനിക്ക് സംഗതി ഈമാനുണ്ട്, പക്ഷെ നിങ്ങൾ ക്ലിക്കായി കിട്ടുന്നില്ല. ഈമാനുണ്ട്, അതിന്റെ വേരൊന്നും കിട്ടുന്നില്ല. അതിനെന്താ നീ വേണ്ടതെന്ന് വെച്ചു. തങ്ങൾ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചാൽ മതി എന്നാണ്. എന്താ എനിക്ക് കാണിച്ചു തരേണ്ടതെന്ന് വെച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു, ആ മരം ഉണ്ടല്ലോ, ആ നിൽക്കണ മരം, അതിനെ തങ്ങളൊന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുത്തിയാല് നിന്റെ ഈമ ഇളകൂല. അപ്പൊ മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിപ്പോ ഞാൻ വിളിച്ചു വരുത്തൊന്നും വേണ്ട, ഈ അവിടെ പോയിട്ട് പറഞ്ഞാൽ മതി ഞാൻ വിളിക്കണ്ടെന്ന് മരം കൊണ്ട് വരുന്ന. നീ ഒന്ന് അവിടെ പോയിട്ട് പറഞ്ഞാൽ മതി ഞാൻ വിളിക്കണ്ടെന്ന് മരം കൊണ്ട് വരുന്ന. ഈ ആളവിടെ പോയിട്ട് പറഞ്ഞു, എന്നെ മുഹമ്മദ് നബി വിളിക്കണ്ട്. മരത്തിനോട് വേരടക്കം പറഞ്ഞിട്ട് മരം മിഠായി നീട്ടി ഉമ്മാന്റെ അടുത്തൊക്കെ കുത്തി വരും പോലെ ഈ മരം കണ്ടു വന്നിട്ട് റസൂലുള്ളാഹി നബിയിൽ സുജൂദിലാണ്ട് വീണ്, ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്. കണ്ടിരുന്ന പുതുമുസ്ലിമായ സഹാബിയുടെ കണ്ണ് നിറയുകയാണ്. റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ കാൽക്കലേക്ക് വീഴാനിരിക്കുകയാണ്. അള്ളാഹിന്റെ റസൂല് മുതുക് തൊട്ടിട്ട് വീഴണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സ്വഹാബി പറഞ്ഞു, ബുദ്ധിയില്ലാത്ത മരം അങ്ങയുടെ മുമ്പിൽ വന്ന് സുജൂദ് ചെയ്യുമ്പോ ബുദ്ധിയുള്ള ഞാനൊന്ന് സുജൂദ് ചെയ്ത് ആദരിക്കണ്ട നബിയേ. ഉടനെ തന്നെ മുസ്തഫ നബിയുടെ പ്രതികരണം, ഈ ലോകത്തൊരു പടപ്പിന് മറ്റൊരു പടപ്പിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള സൗകര്യവും സ്വാതന്ത്ര്യവും ഉണ്ടെങ്കിൽ ഒരു ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. പക്ഷേ ഈ സുജൂദ് എന്നത് നമ്മുടെ ഉമ്മത്തിൽ നിരോധിക്കപ്പെട്ട വിരോധിക്കപ്പെട്ട കാര്യമാണ്. പടപ്പിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. ഭർത്താവിന്റെ മഹത്വം, സുജൂദ് നിരോധിച്ചത്,
എന്നാ സുജൂദ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ഈ സ്വാബിയോട് അതോടുകൂടി കാഫറായി പോയി എന്ന് പറഞ്ഞതുമില്ല, എന്നാ സുജൂദ് ചെയ്യാനൊട്ട് പാടില്ല. അങ്ങനെയാണ് ഇസ്ലാം. നമ്മളിപ്പോ ഒരു പടപ്പിന് മുമ്പിൽ ഒരാൾ സുജൂദ് ചെയ്താൽ ലാഹിർ ഫിഖ് അനുസരിച്ചുകൊണ്ട് അവൻ കാഫർ എന്ന് വിധിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അയാളൊന്ന് പറയാണ് ഞാൻ അങ്ങനെ ചെയ്തല്ല എങ്ങനെ ചെയ്തല്ല എന്ന് ന്യായീകരണം പറഞ്ഞാൽ കാഫർ ആക്കൂല്ലേ നമ്മൾ. അങ്ങനെയാണ്. ഇപ്പൊ സിനിമാ നടന്മാരൊക്കെ സുജൂദ് ചെയ്യണില്ലേ, ഓലൊക്കെ കാഫിര്യങ്ങൾ എന്ന് വരെ ആരെങ്കിലും പറഞ്ഞോ? ചെയ്യുന്നത് തെറ്റാണെന്ന് വേറെ കാര്യം, പക്ഷെ ഒറ്റടിക്ക് കാഫർ എന്ന് പറയാൻ പേടി എന്തുകൊണ്ടാണ്? അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് സംഗതി തെറ്റാണെങ്കിലും ചിലതൊക്കെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് രണ്ട് നിലക്ക് നമ്മൾ മനസ്സിലാക്കണം. ആദരവൊന്ന് ആദരവാണ്, ആരാധന ഒന്ന് ആരാധനയാണ്. ഒരാൾ എന്ത് നമുക്ക് ഉപകാരം ചെയ്താലും അത് ഉമ്മയാണെങ്കിലും ബാപ്പയാണെങ്കിലും റസൂലാണെങ്കിലും നബിയാണെങ്കിലും വലിയാണെങ്കിലും കുത്തുബാണെങ്കിലും അതൊക്കെ അവർ മുഖേന അള്ളാഹു ചെയ്തു തരുന്നതാണ്. ഈ വിശ്വാസം പഴച്ചാൽ അവൻ കാഫിറാണ്. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. ഇതാണ് ഫ്രഷായ വിശ്വാസം. ഇത് പഴച്ചാൽ കാഫിറാണ്. എനിക്ക് അള്ളാഹു താല ഉദ്ദേശിക്കാത്ത കാര്യം ഞാൻ ഇയാളെ മുഖേന ബന്ധപ്പെട്ടപ്പോ അയാളെ കുതിരത്തോണ്ട് കിട്ടിയെന്ന് വിശ്വസിച്ചാൽ അബൂബക്കർ ആ സ്പോട്ടിൽ അയ്യപ്പനാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ അള്ളാന്റെ പണിയാണ്. ഒന്നും കൂടി കയറി ചിന്തിച്ചാൽ ഔലിയാക്കളൊക്കെ അള്ളാന്റെ ആലാത്തുകളാണ്, അള്ളാന്റെ ഉപകരണങ്ങളാണ്, അള്ളാന്റെ ഉപകരണങ്ങളാണ്. ഇതിനില്ല ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ഈസാ നബി ഉഹയിൽ മൗത്താ ബിഇദ്നില്ല എന്ന് പറഞ്ഞു. ഞാൻ മരിച്ചവരെ വിധിപ്പിക്കും ബിഇദ്നില്ല. ചിലര് പറയും ചിലര് പറയില്ല. പറഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് കാഫിറാവുന്നില്ല. ഈസാ നബിയെ ക്ലിയർ ആയി പറഞ്ഞു, അന ഉഹയിൽ മൗത ബിഇദ്നില്ല. ഖിളർ നബി പറഞ്ഞു വമാ ഫഅൽതു അൻ അംരി. കുറെ അത്ഭുതങ്ങളൊക്കെ കാണിച്ചിട്ട് ഖിളർ നബി മൂസാ നബിനോട് പറഞ്ഞു ഇതൊന്നും എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യല്ലോ, പടച്ചോന്റെ കുതിരത്തോണ്ട് ഓൻ പറഞ്ഞ പണിയെടുത്താണ്. അത് എല്ലാ മഹാന്മാരും പറയും. അപ്പൊ അതുകൊണ്ട് മുസബ്ബിബായ റബ്ബിനെ അവഗണിച്ചുകൊണ്ട് സബബുകളിൽ ഉടക്കി എന്റെ കാര്യങ്ങളൊക്കെ നിവർത്തിച്ചു കിട്ടുന്നത് ഇന്ന ആള് മുഖേനയാണ്, അല്ലെങ്കിൽ ഇന്ന ബിംബം മുഖേനയാണ്, ഇന്ന വ്യക്തി മുഖേനയാണ്, ഇന്ന ശക്തി മുഖേനയാണ് എന്ന് ധരിച്ച് പടച്ചോനെ തള്ളിയ ആളുകൾ മുഴുവനും നാളെ നരകത്തിൽ വീഴുമ്പോൾ അള്ളാഹ് അവരോട് ചോദിക്കും മാ ഗർറക ബിറബ്ബിക്കൽ കരീം, മാന്യനായ റബ്ബിന്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിച്ച വസ്തു എന്താണ് മോനെ? ഇവിടെ അള്ളാഹ് പറയുന്നു ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. ഈ നിലയിൽ അവിശ്വാസികളായ കാഫിരീങ്ങൾ അവർ വഞ്ചനകളിൽ പെട്ട് കിടക്കുന്നവരാണ്. പടച്ചോൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എല്ലാത്തിന്റെയും അടിസ്ഥാനം അള്ളാഹുവാണ്. ആദ്യത്തെ ലക്ഷ്യം അള്ളാഹുവാണ്. അള്ളാഹുവിന് കാരണക്കാരായ ഈ ലോകത്ത് പല ആളുകളുണ്ട്. അതിൽ സാധാരണക്കാരനക്കാരുണ്ട്, അവര് ഡോക്ടർമാരാണ്. അസാധാരണക്കാരനക്കാരുണ്ട്, അവര് മഹാന്മാരാണ്. കാരണക്കാരെ സ്വീകരിക്കുക എന്നുള്ള ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമില്ല. പക്ഷെ കാരണക്കാരാണ് നമ്മുടെ വിഷയങ്ങളൊക്കെ ആത്യന്തികമായി നടത്തി തരുന്നത് എന്ന ചിന്ത ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്നതാണ്. ഇത് രണ്ടാക്കി മനസ്സിലാക്കി റബ്ബിനെ ആത്യന്തികമായി നെഞ്ചിലേറ്റ് റബ്ബിനെ വണങ്ങാൻ നമുക്ക് ഭാഗ്യം കിട്ടണം. അതിന് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു മൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് وارحم أمة سيدنا محمد وتجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة ترزقنا بها رزقا حلالا طيبا مباركا فيه يا الله. അർഹമുർറാഹിമീനായ അല്ലാഹ്, വെള്ളിയാഴ്ച പ്രഭാതത്തിൽ സുബ്ഹിക്ക് ശേഷം പള്ളിയിൽ ഒരുമിച്ച് കൂടി നിന്റെ കലാമ് ഓതിയതും അർത്ഥം വെച്ചതും പിഴവുകൾ പരിഹരിച്ചുകൊണ്ട് കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഇതിന്റെ സവാബ് നിന്റെ അഹബ്ബായ അക്രമായ അഷ്റഫായ ശഫീഉൽ വറാ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിൽ എത്തിക്കണേ റബ്ബേ. മറ്റ് അംബിയാക്കൾ മുർസലീങ്ങൾ അവിടുത്തെ അസ്ഹാബ് അസ്വാജ് ആല് അഹ്ലു ബൈത്തിൽ എത്തിക്കണേ അല്ലാഹ്. സകല ഔലിയാക്കൾ ആണുങ്ങൾ പെണ്ണുങ്ങളിൽ എത്തിക്കണേ റബ്ബേ. ജിന്നി ഇൻസിലെത്തിക്കണേ റബ്ബേ. മദ്ഹബിന്റെ ഇമാമുകളിലും നാല് അഖ്താബിലും എത്തിക്കണേ അല്ലാഹ്.
റഹ്മാനായ റബ്ബേ, പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മഹാന്മാർ മാതികളിൽ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, അവർക്കൊക്കെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. നിന്റെ മഴതായ ഫضل കൊണ്ട്, മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, ഈ സമയത്തിന്റെ പ്രത്യേകത കൊണ്ട്, ഖുർആന്റെ ഇസ്സത്ത് കൊണ്ട് പാവങ്ങളായ ഞങ്ങളുടെ എല്ലാ സയ്യിആത്തും നീ ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാ. സയ്യിആത്തിന്റെ കറകൾ കൽബിൽ നിന്ന് കഴുകിക്കളയണേ അല്ലാ. ഞങ്ങളെ ഹൃദയങ്ങളെ ശിർക്ക്, കുഫ്ർ, നിഫാഖ്, റിയാ, സൂജ്, അദാവത്ത്, ശഹവത്ത്, ബിദ്അത്ത്, ളലാലത്ത്, ഖവാത്തിർ പോലെയുള്ള രോഗങ്ങളെ കൊണ്ട് കറുപ്പിക്കല്ലേ അല്ലാ, തകർക്കല്ലേ അല്ലാ, ജീവൻ കളയല്ലേ അല്ലാ. ഹൃദയങ്ങൾ ശവമാകുന്ന അവസ്ഥയിൽ ദുരിതത്തിൽ പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ ഹൃദയങ്ങളെ തഖ്വ കൊണ്ട് സജീവമാക്കണേ അല്ലാ. ശരീരങ്ങളെ അറ്റാക്ക്, ക്യാൻസറിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാ. ബ്ലോക്കിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാ. സ്ട്രോക്കിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാ. കിഡ്നി പോകുന്ന അപകടത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാ. അവയവങ്ങളിൽ മാരക രോഗം പടർത്തല്ലേ അല്ലാ, തളർത്തല്ലേ അല്ലാ, തകർക്കല്ലേ അല്ലാ. അനാരോഗ്യത്തിൽ വീഴ്ത്തല്ലേ അല്ലാ. മറ്റുള്ളവർക്ക് ഭാരമാക്കല്ലേ അല്ലാ. മറ്റുള്ളവർക്ക് വെറുപ്പാക്കല്ലേ അല്ലാ. അപകടത്തിൽ പെടുത്തല്ലേ അല്ലാ. ചപ്പിക്കിടക്കുന്ന വണ്ടിയിൽ നിന്ന് വെട്ടിപ്പൊളിച്ചെടുക്കുന്ന മയ്യിത്താക്കല്ല അല്ലാ. ഞങ്ങളെ യാത്രക്കാരാണ്, സുരക്ഷയത്വം നൽകണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഭാര്യക്ക് കഠിനമായ വേദനയായി ദ്വാരക്കാൻ പറഞ്ഞില്ലെങ്കിലും വിഷമം പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, വേദന നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. മുറിവുകൾ നീ ഉണക്കി കൊടുക്കണേ അല്ലാ. അസുഖം നീ പിൻവലിക്കണേ അല്ലാ. ആരോഗ്യം നീ തിരിച്ചു കൊടുക്കണേ അല്ലാ. കച്ചവടക്കാർക്ക് കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ റബ്ബേ. ദീനീ സഹായികൾ, സ്നേഹികളെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവരുടെ കാര്യങ്ങളൊക്കെ നീ നടത്തി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ രണ്ട് ലോകവും ഇസ്സത്തിലാക്കണേ അല്ലാ. ദഅവത്തിന് താങ്ങും തണലും പ്രവർത്തന പ്രാർത്ഥനയുമായി പിന്നാലെ പിന്തുണ പ്രഖ്യാപിച്ചു നിൽക്കുന്ന ആളുകളെയും ഞങ്ങളെയും രണ്ട് ലോകത്തും തളർത്തല്ല അല്ലാ. പകരമായി സ്വർഗ സൗഭാഗ്യം സ്വന്തമാക്കി തരണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ലഹരിയുടെ ആറാട്ട് നടക്കുന്ന കാലമാണ്. കുട്ടികളൊക്കെ ലഹരിയിലേക്ക് തിരിഞ്ഞ് വാഴൊക്കെ ഔട്ട് ഓഫ് ഫാഷനായ കാലമാണ് അല്ലാ. ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും തലമുറയും ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. സെക്സിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബത്തിൽ ഈമാനിക സമാധാനം പ്രദാനം ചെയ്യണേ അല്ലാ. പരീക്ഷണത്തിൽ പതറുന്ന കൽബ് നൽകല്ല അല്ലാ. പരീക്ഷണത്തിൽ പതറാത്ത പാദം നൽകണേ അല്ലാ. നീയാണ് റബ്ബെന്ന തിരിച്ചറിവ് നൽകണേ അല്ലാ. ശത്രു പാളയങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. എതിരാളികളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെയും ശിഷ്യന്മാരെയും കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിൽ പങ്കെടുത്ത ഞങ്ങളെയോ ഞങ്ങളോട് ബന്ധപ്പെട്ട ആരെങ്കിലോ കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിൽ പെടുത്തല്ല അല്ലാ. സ്വർഗത്തിലേക്ക് നേരെ നരകം തൊടാതെ രക്ഷപ്പെടുന്ന പാർട്ടിയിൽ പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് ആരോടും വിരോധം നൽകല്ല അല്ലാ. ശത്രുത നൽകല്ല അല്ലാ. ശത്രുക്കളെ മിത്രങ്ങളാക്കി തരണേ അല്ലാ. ഇല്ലെങ്കിൽ അവരെ ശർറിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാ. ഈ ഉമ്മത്തിലെ ഉലമായിനെ ഒറ്റക്കെട്ടാക്കണേ അല്ലാ. ഒറ്റ സ്റ്റേജിൽ പങ്കെടുത്ത സമ്മേളനത്തിൽ പങ്കെടുത്ത സൗഭാഗ്യം അല്ലാഹുവേ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഏതെങ്കിലും ഒരു കാലത്ത് വൈകാതെ എല്ലാവരെയും ഒരുമിപ്പിക്കണേ അല്ലാ. കണ്ടാൽ കെട്ടിപ്പിടിച്ച് സലാം പറയുന്നത് കണ്ടല്ലാതെ മരിപ്പിക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. ഞങ്ങളെ ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. ഞങ്ങളെ ഉലമായിനെ പല തട്ടുകളിലും ആക്കല്ല അല്ലാ. ഈ സമുദായം പലപ്പോഴും പിച്ചി ചീന്തപ്പെടുകയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഫാസിസ്റ്റ്, നാസിസ്റ്റ് അതാ ഈ സമുദായത്തിന്റെ ഇടയിലേക്ക് ഇരച്ചു കയറുകയാണ്. അല്ലാഹുവേ, ഇസ്ലാമിനെ ഇസ്സത്തിലാക്കണേ അല്ലാ. ഫലസ്തീനിൽ സഹായം നൽകണേ അല്ലാ. ജൂത പരീക്ഷകളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മതി സയ്യിദിനാ മുഹമ്മദ്
اجعلنا من خيار أمته ومن محبيه يا رب العالمين. പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് ഈ ആഴ്ചക്കടയിൽ തന്നെ രണ്ടാളുകൾ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കത്തപ്പരയിൽ ഓത്ത് നടക്കുന്ന പ്രധാന വ്യക്തിയടക്കം, അതിനുമുമ്പ് മരിച്ച വ്യക്തിയടക്കം, ഞാൻ വന്നതിന് ശേഷം മരിച്ചവർ, അതിനുമുമ്പ് മരിച്ചവർ, പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്നവർ, അതിൽ ഭാരവാഹികളടക്കമുണ്ട്. പള്ളിയെ നെഞ്ചിലേറ്റി ഓടി നടന്നവരുണ്ട്, പാവങ്ങളെ സഹായിച്ചിരുന്നവരുണ്ട്. അല്ലാ, ഖബറുകൾ നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളിൽ പലരും ഖബറുകളിലാണ്, അവർക്ക് നീ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ, സുഗന്ധമാക്കി കൊടുക്കണേ അല്ലാ. പാവങ്ങളായ ഞങ്ങൾ ആ ഖബറുകളിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ വരുമ്പോ യജമാനനായ നീ മുത്തഖീങ്ങളുടെ ആതിഥേയത്വം നൽകി ഞങ്ങളെ സൽക്കരിക്കണേ അല്ലാ. പാമ്പ് തേളുകളെ കൊണ്ട് ഖബറിൽ പരീക്ഷണം നൽകല്ല അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സ് ഖബർ സന്തോഷമാവാൻ കാരണമാക്കണേ അല്ലാ, വിശ്രമ കേന്ദ്രമാവാൻ കാരണമാക്കണേ അല്ലാ. മണ്ണറ മണിയറയായി കിട്ടാൻ സബബാക്കണേ അല്ലാ. അല്ലാഹുവേ, കണ്ടാൽ ഭീകരമായ മണ്ണറയുടെ ഇരുട്ടിനെ ഈ നന്മ കൊണ്ട് നീ വെട്ടമാക്കി പ്രകാശിപ്പിച്ച് പ്രവിശാലമാക്കി കിടത്തണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സ് നീ ഖായിബാക്കല്ല അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.